നമസ്കാരം. നമസ്കാരം. അറിയാലോ ഞാൻ പരിചയപ്പെടുത്തുന്നതിൽ ഒരു കാര്യമില്ല. ഓക്കെ. കാരണം നേരത്തെ പരിചയമുണ്ട്. പക്ഷേ കവിയായിട്ടല്ല ഞാന് പരിചയപ്പെട്ടതും അറിഞ്ഞതും. ഏതായാലും വളരെയധികം സന്തോഷം. പുസ്തകത്തിന്റെ പ്രകാശനത്തിന്റെ അന്ന് അവിടെ വന്നു. കുറച്ചു നേരം ഇരുന്നു. പക്ഷെ പൂർണ്ണ സമയം ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതേപോലെ ഒരു ഇന്റർവ്യൂ എൻ്റെ മനസ്സിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് സ്വല്പം ദിവസം വൈകിയാലും ഞാനത് ഇന്റർവ്യൂ എടുക്കാൻ വന്നത്. ഈ പുസ്തകത്തിന്റെയും അതേപോലെ തന്നെ കവിതാ രംഗത്തേക്ക് വന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പ്രേക്ഷകരായിട്ട് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ ഒരു കാലത്താണ് തുടങ്ങിയത്. അതാണ് നമുക്ക് വേണ്ടത്. ശരിക്കും പറയുകയാണെങ്കില് പിന്നെ ഹൈസ്കൂൾ പഠിക്കുന്ന 10ാം ക്ലാസ് മുതൽക്ക് എന്തുണ്ടായിരുന്നു, ഞാൻ കവിത എഴുതലുണ്ടായിരുന്നു. എഴുതുന്നുണ്ട്. പക്ഷെ എന്താണ് അന്നൊന്നും ഉണ്ടല്ലോ ഇങ്ങനെ നമുക്ക് പിന്നെ ഇത് മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ ഇത് പറയാനോ ഒക്കെ വല്ലാതെ ഒരു വൈമനസ്യമായിരുന്നു. എന്താ വെച്ചാൽ അത് വലിയ വലിയ ആളുകളാണ് ഇങ്ങനെ കവിതയൊക്കെ എഴുതുന്നത്, വലിയ അല്ലെങ്കിൽ പിന്നെ എഴുത്തുകാർ എന്നൊക്കെയുള്ള ഒരു ധാരണ മനസ്സിലുള്ളതുകൊണ്ട് ഞാനും കാണിക്കാൻ വളരെ അടുത്ത ആളുകൾ സ്വകാര്യമായിട്ട് കാണിക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു അന്ന്. അതുകൊണ്ട് ശരിക്കും പറയാൻ അതുകൊണ്ടൊന്നും ആ കാലത്തുള്ളതൊന്നും അങ്ങനെ പുറത്ത് വരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഓർമ്മയുള്ളത് എന്ന് പറഞ്ഞാൽ സ്കൂളൊക്കെ വിട്ട ശേഷം ഒരു 77 ഞാൻ SSLC കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പിന്നെ അതിൽ 85 86 മറ്റോ പിന്നെ പഠിച്ച പാലൂർ ഹൈസ്കൂളിൽ ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചപ്പോൾ ഒരു വാർഷികത്തോടനുബന്ധിച്ച് ഒരു കവിയരങ്ങ് സംഘടിപ്പിച്ചപ്പോൾ അപ്പോൾ ഞാൻ അത് പിന്നെ അവർ ക്ഷണിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ട്. അന്ന് ഒരു കവിതയിലേക്ക് ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ പറയുന്നത് എഴുത്ത് ഇപ്പം പിന്നെ തുടങ്ങിയിട്ട് അത് ഉറപ്പാണ്. ഓലച്ചൂട്ടൊക്കെ എന്നെ വല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോ ഇഷ്ടങ്ങൾ ഉണ്ടാവും ഓരോരുത്തർക്ക്. അത് പിന്നെ അതിന് വെളിച്ചൂട്ടിനെ പറ്റി സാറ് പറഞ്ഞുകൊണ്ട് പിന്നെ പറയാണ്, അത് വാസ്തവത്തിൽ നമ്മൾ പിന്നെ ജീവിതത്തിൽ എൻ്റെ ഒരു ഭാഗമായി മാറിയ സംഭവമായിരുന്നു. ഇവിടെ ഇട വഴി വക്കത്തായിരുന്നു ആദ്യം ഞങ്ങൾ താമസിച്ച ഈ വീടല്ല, അത് ഞങ്ങൾ താമസിച്ചൊരു വീട്. അത് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു ഈ ഓല കണ്ട് ചൂട്ടുണ്ടാക്കിയിട്ട് പിന്നെ വിൽക്കുക എന്നുള്ളത്. കാരണം ആളുകൾ പോകുമ്പോൾ ഇങ്ങനെ ഒരു എഴുന്നൊന്നും കടിക്കരുത്, അവർ പിന്നെ കുട്ടികൾക്ക് സാധനമായിട്ട് പോകുന്ന പണി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരെ ഇരുട്ടി പോകുന്നത് അമ്മയ്ക്ക് വലിയ ബേജാറാണത്. അത് കെട്ടി വെച്ചില്ലായിരുന്നെങ്കിൽ അമ്മയ്ക്ക് അന്ന് ഉറക്കം വരില്ലായിരുന്നു. അപ്പൊ രാത്രിയൊക്കെ ഞങ്ങൾ സഹായിച്ചാൽ അച്ഛനെ സഹായിച്ചിട്ട് അതുപോലെ തന്നെ എടുത്തുകൊണ്ട് കൊടുത്തിട്ട് ചൂട്ട് കെട്ടിച്ച് ഓർമ്മയുണ്ട്. അപ്പോൾ ആള് വരികയും ചെയ്യും. എന്നിട്ട് അത് കത്തിച്ചു കൊടുക്കുന്നത് വലിയ ഒരു ഇതാണ്. എന്നിട്ട് മണ്ണെണ്ണ വിളക്ക് ഞങ്ങൾ കത്തിക്കും, എന്നിട്ടാണ് കൊടുക്കുക. അതെ, വെള്ളവും വെളിച്ചവും എനിക്ക് നേരത്തെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതായിരുന്നു. വെള്ളം കൊടുക്കാൻ കഴിയാതെ, അതായത് ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമായിട്ടാണ് പറയാം. അതേപോലെ തന്നെയാണ് ഒരാൾക്ക് വെളിച്ചം കൊടുക്കുക എന്നുള്ളത്. അത് എത്ര ടോട്ടൽ? 42. ഞാൻ പേജാ പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 95. യെസ്. അതെ, പിന്നെ നേരത്തെ ഞാനത് ഒരു 56 DTP എടുത്ത് കൊടുത്താണ്. പക്ഷെ ഈ 95 പേജിൽ ഒതുക്കാൻ വേണ്ടിട്ട് വലിയ ചെറിയ പുസ്തകങ്ങൾ ഒതുക്കാൻ വേണ്ടിട്ട് DTP കുറച്ച് കൊണ്ടുപോകാം. അങ്ങനെ 42 എത്തിയത്. എൻ്റെ ഒരു സംശയം എന്താണെന്നറിയോ, എന്തോ ഒരു പുറത്തേക്ക് ഇറക്കാൻ എന്തോ ഒരു ഭയം പോലെ ഉണ്ടായിരുന്നോ? അതല്ല, അന്നത്തെ ആ സദസ്സിനും കൂടിയും അന്നത്തെ ചർച്ചയും കൂടി സംഘടിപ്പിച്ച് എനിക്ക് തോന്നിയത് എന്താ അറിയോ, പലതും എന്തോ ഒരു മടി. വളരെ നല്ല കവിതകളാണ്. നേരെ മറിച്ച് ഇത്രയൊന്നും നല്ല കവിത അല്ലെങ്കിൽ തന്നെ ചിലത് അങ്ങനെ പുറത്തിറക്കാൻ ഇതെന്തോ ഒരു ധൈര്യക്കുറവ് അല്ലാതെ ഉണ്ടായോ എന്ന് സംശയം. പൊതുവെ പറയാൻ വെച്ചാല് ഒരു അന്തർമുഖത്വം ഉണ്ട്, അത് എനിക്ക് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു കയറി അടിച്ച് ഒരു ഇടിച്ചു കയറുക ഓഫീസുകളിൽ തന്നെ ഞാൻ ജോലി കയറിയ ശേഷം അതിന് മുന്നേ നാട്ടിൽ ഇപ്പോഴും പണ്ടൊക്കെ തന്നെ ഉള്ള പരിപാടികളൊക്കെ അത് വ്യത്യാസമുണ്ട്. അത് നാടും പിന്നെ ഓഫീസിൽ എന്ന് വെച്ചാല് എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നേരത്തെ എന്നോട് പറയുകയും പിന്നെ കവിതയിൽ അതിന് പറ്റിയ കവിത ഉണ്ടാക്കുകയും ചെല്ലുകയും ചെയ്യുന്ന സ്ഥിരം പരിപാടിയായിരുന്നു. പിന്നെ ഏത് മാറി ഏത് ഓഫീസിൽ ആയപ്പോൾ ഞാൻ അത് ഉണ്ടായിരുന്നു. അത് തന്നെ എല്ലാവരും ഓഫീസർമാരും പിന്നെ എല്ലാവരും തന്നെ നേരത്തെ പറഞ്ഞൊക്കെ റെഡിയാക്കുമായിരുന്നു. അല്ലാതെ ഒരു സ്ഥലത്ത് ഞാനും ഒരു കവിത അല്ലട്ടെ എന്നും പറഞ്ഞു അവിടെയാണ് ഞാൻ ആ പോയിന്റിലാണ് ഞാൻ ഇതാക്കുന്നത്. അതായത് അറിയുന്ന സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നു, അതിപ്പോ അവർക്കും അറിയാം. പക്ഷെ ഒരു അറിയാത്ത സ്ഥലത്ത് പോയി പെട്ടെന്ന് ഒരു ചാൻസ് ഉണ്ടെങ്കിലും ആക്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇത്ര കാലം. എനിക്ക് തോന്നുന്നു 25 വർഷം മുമ്പ് ഏകദേശം മറക്കേണ്ട പുസ്തകമാണ് ഈ പുസ്തകം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഏറ്റവും കുറവ് 5 കൊല്ലം മുമ്പെങ്കിലും, അതായത് റിട്ടയർ ചെയ്ത് ഉടനെയെങ്കിലും ഈ ബുക്ക് എത്രയോ നീണ്ടുപോയി എന്നുള്ളതാണ്. ഓരോ കവിത വായിക്കുമ്പോൾ ശരിക്കും ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് കുറച്ച് നമ്മളെ വയസ്സിന്റെയും കൂടി ഉണ്ടാവും സംശയമുണ്ട്. കാരണം ആ ഏജുകാർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. സാറ് പറഞ്ഞ കാര്യം പഴയ കാലത്ത് അനുഭവത്തിന് വെളിച്ചത്തിൽ എഴുതിയൊരു കവിതയാണ് ചോദിച്ചത്. അപ്പൊ ഇതിൽ തന്നെ വന്നൊരു കവിത തന്നെ സൂചിപ്പിക്കുന്നത് വിരുന്ന് എന്നാണ് കവിതയുടെ പേര്. ആ വിരുന്നിനെ പറ്റി പറയുമ്പോൾ എന്ന് വെച്ചാല് പഴയ കാലത്ത് നമ്മൾ കുട്ടികളായ കാലത്ത് ഇന്ന് ഇല്ലാത്ത എന്നുള്ള പോലെയല്ല. വിരുന്ന് പോവുക,
വിരുന്ന് വരിക. അതെ അതെ ഇതൊക്കെ അന്നത്തെ കാലത്ത് എൻ്റെ ഇതിൽ വലിയൊരു സന്തോഷമുള്ള സംഗതിയാണ്. വീട്ടിൽ യെസ് മാത്രം ഒതുക്കി കിടന്നിട്ട് അതെ വേറെ അതെ അതെ ടി വിയും കാര്യങ്ങളൊന്നുമില്ല. പരസ്പരം സംസാരിക്കും കുട്ടികൾ. അതെ വീട്ടിൽ അതെ അതെ നമ്മളെ വീട്ടിൽ വന്ന കുട്ടികളൊക്കെ ഉണ്ട്, നമ്മളെ അടുത്ത് എല്ലാ പിന്നെ അച്ഛനോ ഒക്കെ എടുത്ത് താല് വലിക്കും. യെസ് നമ്മൾ വീട്ടിൽ പോയാലും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അന്ന് നല്ല ഭക്ഷണം, ഇതൊക്കെ അതെ 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 ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഏഹ് അതുകൊണ്ട് ആണ് അങ്ങനെ ആ കാലത്തെ ഒരു ഓർമ്മ ആണ് വെച്ചിട്ടാണ് അത്. മറ്റൊന്നെന്താ സാറ് പറഞ്ഞാൽ അമ്മയായിട്ടുള്ള ഒരു വല്ലാതൊരു പിന്നെ കൂടി ഇതിൽ ഉണ്ട്. യെസ് ഈ ഒരു കാര്യമാണ് വിരുന്ന്. ഞാലിപ്പൂവൻ വാഴ കൈത്തണ്ടിൽ വന്നിരുന്നൊരു കരിങ്കാക്ക കുറുകുന്നു, കുറുകിക്കിരുന്നു വിളിക്കുന്നു, ഏതു ദേശത്തു നിന്നെന്നു നായിക എത്ര അകലെ നിന്നു എന്നു വരുമൻ വിരുന്നുകാരൻ. അപ്പടാവട്ടം മനസ്സിലെത്തി പായസമാധുര്യം നാവിലൂറി, പാഞ്ഞു ചെന്നമ്മയോടോതുന്നു എന്നു വരുമീ വിരുന്നുകാരൻ. ഒട്ടരിശത്തോടൻ അമ്മ ചൊല്ലി, കാക്കക്കളിക്കെന്റെ കുട്ടാനീ, ഒരു വിരുന്നെങ്ങാനും കയറി വന്നാൽ ഒന്ന് സ്മിരിച്ചില്ലിടയോർത്തോ, തിരുന്നു വിളിക്കും കരിങ്കാക്കയെ ഞാൻ വിളിക്കില്ലെന്ന് ചൊല്ലുന്നു, പപ്പടം പായസം സാമ്പാറന്റെ പായിലോ സാഗരം തീർക്കുന്നു, സങ്കടം കൊണ്ടു വിതുമ്പിയമ്മ ഓണം വരട്ടെ എന്നോതുന്നു, കാക്കയിപ്പോഴും കുറുകുന്നു, അക്കാലമോർമ്മയിലെത്തുന്നു, സ്വർഗത്തിലേക്കു വിരുന്നു ചെല്ലാൻ അമ്മയെ കാക്ക വിളിച്ചിരുന്നു, അമ്മയെ കാക്ക വിളിച്ചിരുന്നു. അതാണ് കവിത. വിരുന്ന് വരവും വിരുന്ന് പോക്കും അതിന്റെ ആ ഒരു ആലോചന തന്നെ ഒരു രസമാണ്. അത് കഴിഞ്ഞിട്ട് അതിന്റെ പിറ്റേന്നേക്കും അത് അതെ. നിൽക്കും. മനസ്സിനെ സ്പർശിക്കുന്ന കവിതകൾ എന്നുള്ളതാണ് ഞാൻ കവിത. ഇനി പുതിയ പണിപ്പുരയിലുണ്ടോ? ഇനിയിപ്പം അങ്ങനെ ഒരു കാര്യം, നമുക്ക് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് പഴയ കാര്യങ്ങൾ അറിയണം, പ്രസന്റ്, ഇനി കഴിഞ്ഞിട്ട് ഇനി നമ്മളെ ഭാവി കാര്യങ്ങള്. അവയില് ഈ കവിത വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ ഒരു മനസ്സിന് ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം ഇപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാസ്തവത്തിൽ ഈ കവിതയ്ക്ക് ഇരുന്ന് എന്തും വായിക്കുക ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ മറ്റ് പിന്നെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അല്ല അത് ഞാനിത് നോക്കാനോ അല്ല അല്ല. തുടരണം തന്നെയാ പറയാം. ഞാൻ എല്ലാം വേണം, പക്ഷെ മാറ്റി വെക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാക്കാം. അത് ഏറെക്കുറെ എൻ്റെ ഇതിലുള്ളത് അത്. ഞാൻ ഇപ്പൊ ഞാൻ എടുത്ത് ഒരു കഴിഞ്ഞ ഒരു 4 ദിവസം മുന്നേ 5 ദിവസം മുന്നേ ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതെന്താ പറഞ്ഞാല് പിന്നെ നമ്മളെ ഞങ്ങളെ എന്താ വെച്ചാല് എഴുതുന്നതിന്റെ ഇത് പറയാൻ എനിക്ക് നല്ല മറ്റേ എല്ലാവർക്കും ഉള്ള കാര്യമാണ് തോന്നുന്നത്. പിന്നെ ചിലപ്പോൾ ഈ പിന്നെ വർഷങ്ങളോളം മനസ്സിൽ കിടന്ന കാര്യമാണ് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട്. അതേസമയം ചില സംഗതികൾ അന്നേരം തന്നെ എഴുതി പോകുന്നുണ്ട്. എന്നാൽ പലതും മനസ്സിലിട്ട് കൊണ്ട് നടന്നിട്ട് പിന്നീട് കവിതയായി വരുന്നത് ഒരു പാകം വന്നതിന് ശേഷം എഴുതുന്നതാണ് പലപ്പോഴും. ഇപ്പം കഴിഞ്ഞ പിന്നെ ഈ അടുത്ത കാലത്ത് നമ്മളെ പിന്നെ എന്തൊക്കെ ഇന്നലെ അവര് നമ്മളെ ഒരു പിന്നെ ആദരിക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ക്ലബില്ല ഗ്രാമചേതന വായനശാല ഇറക്കിയതിന് ശേഷം ഉണ്ടായ അനുഭവം, അന്നത്തെ തന്നെ നല്ല അനുഭവം, അതിന് ശേഷമുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, ഇതാണ് മാറ്റി വെക്കപ്പെടുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു കവിത എഴുതി കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ ഒരു ഇതിൽ ഇടപെട്ട് പറയല്ല, പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, ഒരു കവിത നമ്മൾ എഴുതി കഴിഞ്ഞാൽ കഴിയുന്നത് പ്രകാശിതമാവുന്ന രൂപത്തിൽ എവിടെയെങ്കിലും ഒന്നെങ്കിൽ ആക്കണം. മറ്റേന്താ വെച്ചാൽ എത്രയോ കാലം നമ്മൾ വെക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു പഴക്ക് എന്നുള്ളതുണ്ട്. അന്നത്തെ കാഴ്ചപ്പാടാവില്ല. പിന്നെ ചില കവിത പിന്നെ പുറത്തിറക്കാനുണ്ടാവില്ല. നമ്മളിപ്പോ ഒരു സമയത്തുണ്ടാവുന്നു. ഇപ്പൊ കോവിഡിന്റെ കാലത്ത് എഴുതിന്റെ കോവിഡിന്റെ കാലത്ത് ഇറക്കിയില്ലെങ്കിൽ ഇപ്പൊ ഇറക്കിയാൽ അതിലൊന്നും തോന്നുകയില്ല. അപ്പൊ അപ്പം തന്നെ പ്രകാശിതമാവുക എന്നുള്ളതുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് മാധ്യമങ്ങളുണ്ട്. ഇപ്പൊ ചെണ്ട നാദം താളം എന്നാണ് അതിന്റെ പേര്. ചെണ്ട നാദം താളം കൂടുതലുണ്ടെങ്കിൽ കുറഞ്ഞ വരികളെങ്കിലും ചെല്ല. കാരണം നമുക്ക് കുറച്ച് വരികൾ മാത്രമേ ചെല്ലൂ. അത് മതി. തൊണ്ടില് മണലിട് തൊണ്ടേൻ ഗണപതി തൊണ്ടില് മണലിട്, തൊണ്ടും മണലും ഗണപതിയും എന്തെന്നറിയാത്ത കുഞ്ഞുകാലം
കുഞ്ഞിളം തന്തിയിൽ താളം പിടിച്ചെന്ന താരാട്ടുപാടിയ കുട്ടിക്കാലം കറപുരളാത്ത മനസ്സുമായി ശാന്തമായന്നു ശയിച്ച കാലം പിടികൊട്ടിത്തുള്ളുവർ പാട്ടുപാടി ചൂടുണർത്തിപ്പോയ നല്ല കാലം ആതുരവാദ്യത്തിൽ മുഴങ്ങും താളം ആതുരകാലത്തിൽ കേട്ട താളം നാട്ടരാജന്റെ വിളംബരത്തിൽ ഞെട്ടും പ്രജകൾ തന്നെഞ്ചു താളം കോടതി കൽപ്പന നാട്ടാടറിയാൻ അങ്ങാടിലാമീനും കാണനാറും ചെണ്ട പൊട്ടിപ്പോയ പൂർവകാലം ചെണ്ടവാദ്യത്തിന്റെ താളത്തിൽ തെയ്യങ്ങൾ അടിമുടി ആടിത്തിമിർത്ത കാലം. ഞാൻ കണ്ടത് ആ രണ്ട് തമ്മിൽ വല്ലാതെ മാറ്റമുണ്ട്. നമ്മൾ പഴയ സ്റ്റൈലിൽ മാറിക്കഴിഞ്ഞപ്പോ അതാ കുറെ വരികളുണ്ട്. അതിന്റെ അവസാനം ഇങ്ങനെയാണ്. യെസ് അതുകൂടി ഞാൻ കേൾക്കാം. അവസാനിപ്പിക്കുന്നത് പിന്നെ ആശാന്റെ കൃത്യമാം ശിക്ഷണത്തിൽ ചിട്ടയായി നേടിയ വാദ്യകാവ്യം വാദ്യകുലപതി മട്ടന്നൂരാശാന്റെ അനുഗ്രഹാശിസിനാൽ ധന്യരായോർ നാടാകെ പേരും പെരുമയുമായി കുടുമുടിയോളം മുഴങ്ങിടട്ടെ നിങ്ങൾ തൻ കുഞ്ഞിളം ചിത്തത്തിലെന്നെന്നും നേരറിയുന്നൊരു താളമുണ്ടാവട്ടെ. ഓർക്കുക നാം എത്ര തല്ലിയാലും സ്നേഹവായ്പോടെ മാറൊട്ടി നിൽക്കും ആദിനിമ്പം നൽകും ശേഷവാദ്യം ചെണ്ടതൻ സന്ദേശമത്ര ധന്യം. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു കവിയാണ്. അതെ അതങ്ങനെ അതായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ നേരത്തെ വായിച്ചു പോകുന്നത് അതിന്റെ പ്രതിധ്വനി എന്നുള്ള എനിക്ക് റിഫ്ലക്ഷൻ വാസ്തവത്തില് കവിതകളിൽ കാണാറുണ്ട്. പല സുഹൃത്തുക്കള് സത്യമാഷ് പോലുള്ള ആളുകളൊക്കെ പറയാറുണ്ട് പിന്നെ ഓൻവിന്റെ മട്ടിലാണല്ലോ കവിതയൊക്കെ വരുന്നത്. അത് വരും. അത് എവിടെ ആയാലും ചെറിയ ചെറിയ ഇത് വരും. എല്ലാവർക്കും ഉണ്ടാവും അത്. ഞാനിപ്പോ ഇത്ര ദൂരെ നിന്ന് വരാൻ കാരണം എന്ന് പറഞ്ഞാല് അതിന്റെ അന്നത്തെ പങ്കെടുത്ത ആവേശത്തിൽ തന്നെയാണ്. കാരണം അതുകൊണ്ടൊക്കെ പിന്നെ ആള് വ്യത്യസ്ത വീട്ടിലാണെങ്കിലും അനിയന്റെ കുടുംബവും പെങ്ങളുടെ കുടുംബവും ഒക്കെ അടുത്തടുത്ത് തന്നെയാണ്. ഈ പഴയ കാലത്തെ ഒരു കവിതയെ പറ്റി ചോദിച്ചുകൊണ്ടാണ് ഗോപാൽ സാറ് ചോദിച്ചല്ലോ. അതുകൊണ്ട് അത് മുമ്പേ കാലത്തെ ഒരു അനുഭവത്തിന്റെ പിന്നെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ എഴുതിയൊരു കവിതയാണ് വിരുന്ന്. പഴയകാലത്ത് നമ്മള് വിരുന്ന് പോകലും വിരുന്ന് വരലും ഒക്കെ വലിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു സംഭവമായിരുന്നു. തന്നെയല്ല അന്ന് നല്ല സദ്യ, നല്ല ഒരു പിന്നെ പിന്നെ സൗഹൃദം പങ്കിടുക ഒക്കെ വല്ല ഒരു ദിവസം കൂടിയിട്ടൊക്കെയാ പോവുക. അല്ല 1-2 ദിവസം കൂടിയിട്ട് പോവുക. അപ്പോൾ അതൊക്കെ ഇക്കാലത്തില്ല. അത് ഒക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി വിരുന്നൊക്കെ. അപ്പൊ അന്ന് പിന്നെ കാറുമായിട്ട് വന്നിട്ട് ആൾക്കാർ ഒരു ഭക്ഷണം കഴിച്ച് പോകുന്നൊരു സുഖമാണല്ലേ. അപ്പൊ അതിന് അങ്ങനെ ഒരു ഇതാണ് ഉള്ളത്. അപ്പോ അതാണ് വിരുന്ന് എന്ന കവിത കൊണ്ട് എന്നെ ഉദ്ദേശിക്കുന്നത്. കവിത ഞാൻ പാടാം. ഞാലിപ്പൂവൻ വാഴക്കൈത്തണ്ടിൽ വന്നിരുന്നൊരു കരിങ്കാക്ക കുറുകുന്നു, കുറുകി വിരുന്നു വിളിക്കുന്നു. ഏതു ദേശത്തു നിന്നെന്നു നായിക എത്ര അകലെ നിന്നു എന്നു വരുമെൻ വിരുന്നുകാരൻ. പപ്പടവട്ടം മനസ്സിലെത്തി പായസമാധുര്യം നാവിലൂറി പാഞ്ഞു ചെന്നമ്മയോടോതുന്നു എപ്പോൾ വരുമീ വിരുന്നുകാരൻ. ഒട്ടരീശത്തോടൻ അമ്മ ചൊല്ലി കാക്കത്തെളിക്കെന്റെ കുട്ടാനീ ഒരു വിരുന്നെങ്ങാനും കേറി വന്നാൽ ഒന്നുമിരിപ്പില്ലിവിടെയോർത്തോ. ഇരുന്ന് വിളിക്കും കരിങ്കാക്കേ ഞാൻ തെളിക്കില്ലെന്ന് ചൊല്ലുന്നു. പപ്പടം പായസം സാമ്പാറന്റെ വായിലെ സാഗരം തീർക്കുന്നു. സങ്കടം കൊണ്ട് വിതുമ്പി അമ്മ ഓണം വരട്ടെയെന്നോതുന്നു. കാക്ക ഇപ്പോഴും കുറുകുന്നു അക്കാലമോർമ്മയിലെത്തുന്നു. സ്വർഗത്തിലേക്കു വിരുന്നു ചെല്ലാൻ അമ്മയെ കാക്ക വിളിച്ചിരുന്നു. സ്വർഗത്തിലേക്കു വിരുന്നു ചെല്ലാൻ അമ്മയെ കാക്ക വിളിച്ചിരുന്നു. നമസ്കാരം. നമ്മളിപ്പം ഇത് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്താണ്.
അപ്പോൾ ഇത് പൊതുവേ നമ്മൾ കവിത ഒരു കൂട്ടായ്മയാണല്ലോ. ആ. കാരണം നമ്മളിപ്പോ ഒരു കവിത എഴുതുന്നു, അത് പിന്നെ ആദ്യം നമ്മൾ പങ്കുവെക്കുന്നത് ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, ഉം. അങ്ങനെ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും നമ്മളെ വെൽവിഷർ ആളെയാണല്ലോ ഉം. നമ്മൾ കാണിക്കുക. അങ്ങനെ മൊത്തത്തിൽ ആരോടെങ്കിലും ഇപ്പോൾ ഒരു നന്ദി പറയുക എന്നൊക്കെ ഉണ്ടാവുന്ന ഇതുണ്ടല്ലോ. അപ്പോൾ പുസ്തകം ഇറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ ആൾക്കാരോട് പറയാണ്ടോ, അത് അതിൻ്റെ ഉള്ളൊരു സമയമാണ് ഇപ്പോൾ. അത് പ്രേക്ഷകരോട് കേട്ടോട്ടെ, കുഴപ്പമില്ല, ആരൊക്കെയാണ് നമ്മൾ സഹായിച്ചത് എന്നുള്ളതും പിന്നെ അതൊന്ന് പങ്കുവെക്കും. നന്ദി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പിന്നെ പ്രദേശത്ത് ഉള്ള പിന്നെ ക്ലബ്ബുകൾ, ഞാൻ തന്നെ എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ക്ലബ്ബ്, പിന്നെ അതുപോലെ ഗ്രാമചേതന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, പിന്നെ ഗ്രാമചേതന വായനശാല, ഇതൊക്കെ ഉണ്ട്. പിന്നെ സമീപ പ്രദേശങ്ങളിലെ MSC, പിന്നെ ടാഗോർ വായനശാല, അതുപോലെ തന്നെ CKR സ്മാരക വായനശാല, ഇങ്ങനെയുള്ള ഇതൊക്കെ തന്നെ അവരൊക്കെ തന്നെ പലപ്പോഴും ഏറ്റവും നല്ല പ്രോത്സാഹനങ്ങൾ തന്നതാണ്. പല വേദികൾ തരിക, കവിത ചെല്ലാനുള്ള, അങ്ങനെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ പിന്നെ പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ജോലി സ്ഥലത്തും നല്ല ജോലി സ്ഥലത്തും നല്ല പ്രോത്സാഹനമാണ്. അപ്പം ജോലി സ്ഥലത്തുള്ള സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാരായ പിന്നെ ആളുകൾ, അവിടെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സാറ്, പിന്നെ കോടതിയാണല്ലോ. ആ ആ അതെ അതെ ബിജേപി സാറ്, അവരൊക്കെ ഇപ്പോൾ SC ജഡ്ജിമാരൊക്കെയാണ്. പിന്നെ ഒരു ബാലകൃഷ്ണൻ സാറുണ്ട്, കണ്ണൂർക്കാരനാണ് അദ്ദേഹം. അങ്ങനെ അവരെല്ലാവരും പിന്നെ വലിയ പ്രോത്സാഹനം, ഓരോ പരിപാടി പല എല്ലാ കോടതികളും കൂടി പിന്നെ കോടതികളെയും വെച്ചിട്ട് കവിത നടത്തി, കവിതാ മത്സരം നടത്തിയിട്ട്, രചനാ മത്സരം നടത്തിയിട്ടും എനിക്ക് പിന്നെ പലപ്പോഴും അതിന് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അങ്ങനെ നാനാവിധത്തിലും. പിന്നെ വീട്ടില് നമ്മളെ അനിയൻ തന്നെ നല്ല പ്രോത്സാഹനം, അതുപോലെ തന്നെ നാട്ടിലുള്ള സുഹൃത്തുക്കൾ, പിന്നെ സത്യം മാഷ്, രാമകൃഷ്ണൻ മാഷ് പോലുള്ള, അതുപോലുള്ള നമ്മളെ വായനശാലയിലെ സുഹൃത്തുക്കൾ, സാറിന്, അതുപോലെ ആളുകളൊക്കെ തന്നെ നമ്മളെ ഇങ്ങനെ നല്ല പലപ്പോഴായിട്ട് പ്രോത്സാഹിപ്പിച്ച ആളുകളാണ്. വളരെ സന്തോഷം. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ അങ്ങ് സ്വസ്ഥം ആവുക എന്ന് പറയും. പക്ഷെ ഇങ്ങനെയുള്ളത് ഉണ്ടെങ്കിൽ എന്താണെന്ന് അറിയോ, ഒരു അല്ലാതെ ഏഴായിരം പിന്നെ നാട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാവുന്ന, അതായത് നാട്ടിൽ നമ്മൾ സ്വന്തം കാര്യം ഉണ്ടാവുക, അത് മാത്രമല്ലാതെ എന്ന് പറയുമ്പോൾ അതിനൊരു എല്ലാതൊരു സന്തോഷം കണ്ടെത്തുന്ന ഒരു കാര്യം. അതെ. പിന്നെ സാറ് പറഞ്ഞ കൂടുതൽ പറയട്ടെ, പിന്നെ നമ്മളെ കേരളത്തിന്റെ പ്രസിദ്ധ കവി TK ഗോപി സാറ്, ഗോപി സാറാണ് കവിത അവതാരിക എഴുതിയത്. അവതാരിക എഴുതി തന്നു, പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ തന്നിട്ടുണ്ട്, ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് തന്നു. വളരെ നന്നായിട്ട് ചെയ്ത്, അതോടുകൂടി എനിക്ക് സത്യം പറയട്ടെ എൻ്റെ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചത്. അത് സത്യം പറയാം, ആത്മവിശ്വാസം വർദ്ധിച്ചത്. അപ്പോൾ അത് തന്നു നല്ല വാങ്ങാൻ പോയെന്ന് കുറേ നേരം പിന്നെ സംസാരിച്ചു. പിന്നെ അങ്ങനെ പിന്നെ കൊയിലാണ്ടി ആയപ്പോ നമ്മളെ മേലൂർ വാസുദേവൻ സാറ്, കവി ഉണ്ടല്ലോ, എഴുതുന്ന എല്ലാ പുസ്തകവും പരിചയം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അന്ന് മുപ്പരന്ന് സബ് രജിസ്ട്രാറായിരുന്നു പിന്നെ കൊയിലാണ്ടി ഞാനുള്ളപ്പോൾ. അപ്പം അപ്പം അന്ന് കവിതയിൽ വേറെ ധാരാളം ബുക്കുകളൊക്കെ എഴുതിയാളാണ്, കവിത നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പിന്നെ പലതവണ ഇങ്ങനെ കവിത ചെല്ലാനൊക്കെ ഉള്ള ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഞാൻ സമയക്കുറവ് കാരണം അവസാനിപ്പിക്കാന്നാ പറയുന്നത്. സന്തോഷം. ഓക്കെ. അത്യാവശ്യം കൃഷി ഉണ്ടല്ലോ. ഉണ്ട്. അല്ല, ഇത് ഒരു മാനസിക സന്തോഷം. ഞാൻ ചെറുപ്പൊക്കെ ചെയ്യുന്ന ഒരാളാണ്, എനിക്ക് കൃഷി ചെയ്യുന്ന ആളാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാല്, ഈ നനയ്ക്കുക, അതുപോലെ തന്നെ പശുവിനൊക്കെ തീറ്റുക, നമുക്കൊരു ടെൻഷൻ വന്നാൽ, അതായത് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പൊ നമ്മൾ പലതരത്തിലുള്ള, അതിൽ ഏറ്റവും പിന്നെ ആ നനയ്ക്കുമ്പോണ്ടല്ലോ, ആ ചെടിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ഇതിപ്പം കുഴപ്പമില്ല, ഇപ്പം മഴയൊക്കെ പെയ്തിട്ടുള്ളതാ, ഈ ഡ്രൈ ആയി കിടക്കുന്നത് നമുക്കിനെ തോന്നുന്നു അതിന് ശരിക്കും ജീവനുണ്ട്. ഇപ്പൊ ആ ചെടീന്റെ ഇലക്കൊക്കെ ഉണ്ടല്ലോ, നമ്മളെ നോക്കുന്നതിന്റെ അത്യാവശ്യം വേണ്ട, ഇത് മോശമില്ലാതെ കൃഷിക്കാരനാണ് കേട്ടോ. ചെടികളെടുത്ത് നമ്മൾ പോയിട്ട് പിന്നെ അന്ന് തൊട്ടുകാലോട് ചെയ്യുമ്പോൾ എല്ലാവരും നിർവൃതി നമുക്കുണ്ടായിരുന്നു. വീട് ഒരു 6 ഏക്കർ സ്ഥലമുണ്ട്. അല്ല, ഇതൊക്കെ ഒരു വല്ലാതെ സന്തോഷമുണ്ട്. വെറും പിന്നെ നമ്മളെന്താ വെച്ചാല് കാശ് കൊടുത്ത് വാങ്ങി മാത്രം ചിന്തിച്ചിരിക്കുന്ന സിറ്റി സംസ്കാരം ഉണ്ടല്ലോ, വ്യത്യസ്തമാണ്. ഒരു പച്ചപ്പ് എന്നുള്ളത് വല്ലാതെ രസമുണ്ടാവുന്ന കാര്യമാണ്. ഞാൻ അത്യാവശ്യം ടെറസിന്റെ മുകളിലൊക്കെ തന്നെ ചെയ്യുന്ന ഒരാളാണ്. അതിന് ഒരുപാട് അധ്വാനമുണ്ട്, പക്ഷെ അത് സംതൃപ്തിയാണ്. അതെ അതെ അതെ. അപ്പൊ ഏതായാലും കവിതയും കൃഷിയും പെൻഷനും ഒക്കെ കൂടി ആയത് ഒരു പെൻഷനറും കൂടിയാണല്ലോ. സന്തോഷം. ഓക്കെ, കാണാം. ഓക്കെ. ഞാൻ ദേശാമാന്യ വാരിക ഞാൻ വായിച്ചു, ലേറ്റസ്റ്റ് ആ കവിത വായിച്ചു, നന്നായിട്ടുണ്ട്. അപ്പൊ വളരെയധികം സന്തോഷം നമുക്ക് ഇത്ര പിന്നെ കാര്യങ്ങൾ പങ്കുവെക്കാൻ കഴിഞ്ഞത്. അതിൽ ഇന്റർവ്യൂ ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ പിന്നെ ഇനിയുള്ള കാലത്തും ഇങ്ങനെ കവിതകൾ വെക്കണ്ട, ഒപ്പം തന്നെ നമുക്ക് പുറത്തേക്ക് ചെയ്തും കൊണ്ട്
പിന്നെ വേറൊരു കാര്യം, എന്തൊക്കെയാ കുടുംബ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കുടുംബകാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വീട്ടില് മകനും ഭാര്യയും കുഞ്ഞും, എൻ്റെ ഭാര്യയും, ഉം. പിന്നെ എൻ്റെ ഭാര്യ, മകൻ, മകൻ്റെ ഭാര്യ, കുഞ്ഞ്, ഇങ്ങനെ പിന്നെ ആള് ഉള്ളത്. പിന്നെ മകള് പിന്നെ കല്യാണം കഴിഞ്ഞ് മകളും ഭർത്താവും പുറത്താണുള്ളത്. അതല്ലേ, ജോലി അങ്ങനെയൊക്കെയാണ് സന്തുഷ്ട കുടുംബം തന്നെ.